എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഈ കർഷക കൂട്ടായ്മയുടെ ഭരണസമരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കർഷക കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ, ഞാൻ ഉൾപ്പെടെ അന്നത് രൂപീകരിക്കുമ്പോൾ, അന്ന് പാർട്ടിയുടെ നിറമോ കൊടിയുടെ നിറമോ പാർട്ടിയുടെ വലുപ്പമോ നോക്കിയല്ല അന്ന് ആ കർഷക കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചത്. അതിൽ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, CPM-കാരുണ്ടായിരുന്നു, BJP-കാരുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമായി ഓരോരുത്തർ പല വഴിക്ക് പോയെങ്കിലും ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കർഷക കൂട്ടായ്മയുടെ ആൾക്കാർ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെയാണ് ഇവിടെ സ്ഥിരം ആയ അംഗങ്ങളായ CPM-കാർ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ പാൽ കൊണ്ടുവരുന്ന കർഷകർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കൊടുക്കാതെ മറ്റു ഒരു സഹകരണ സംഘത്തിലും കാണാത്ത അഴിമതിയും ദൂർത്തുമാണ് ഈ സഹകരണ സംഘത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ പാൽ കൊണ്ടുവരുന്ന ഒരു സാധാരണക്കാരന് 1 ലിറ്റർ പാലിന് 40 രൂപ കിട്ടുമ്പോൾ, അതേ സാധാരണക്കാരന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് 1 ലിറ്റർ പാലിന് 56 രൂപ ഇവർ അടുത്ത ആളിനെ ഒഴിച്ചു കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ അത് കാണുന്ന ഒരു കർഷകന്റെ ചങ്ക് തകരുന്നത് അപ്പോഴേ ആ കർഷകരത് മനസ്സിലാവുകയുള്ളൂ. അത് കാണുന്നവർക്കല്ല അത് മനസ്സിലാവുന്നത്. ആ കർഷകർ പിന്നെ എന്താണ് കിട്ടുന്നത്? ഒരു ഓണം വരുമ്പോൾ 2 രൂപ വെച്ച് സബ്സിഡി കിട്ടും, ബോണസായി കിട്ടും. അതല്ലാതെ ഈ ഒരു വർഷ കാലയളവ് ആ കർഷകരുടെ പാലൊഴിച്ചാൽ ആ കർഷകറിന് 1 രൂപ പോലും വേറെ ഒരു സബ്സിഡി ആയിട്ടോ ഒരു ആനുകൂല്യമോ ഒന്നും കിട്ടുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, 2ാം പിണറായി സർക്കാർ കാലത്തെ ബഹുമാനിയായ മന്ത്രി ചിഞ്ചു റാണി അധികാരമേറ്റപ്പോൾ പറഞ്ഞു, എല്ലാ കർഷകർക്കും 1 ലിറ്റർ പാലിന് 4 രൂപ വീതം സബ്സിഡി എല്ലാവർക്കും ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന്. ആകെ വന്നത് ഒരു വർഷത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രമാണ് വന്നത്. പിന്നെ വർഷങ്ങൾ ഇപ്പോൾ അടുത്ത ഏപ്രിലായി, ഇതുവരെയും ആ പൈസ കണി കാണാൻ പോലുമില്ല. സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്നോ 1 രൂപ പോലും ആനുകൂല്യം കിട്ടുന്നില്ല. അതുപോലെ ഇവിടെ പാൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മിൽക്ക് അനലൈസർ അന്ന് വിറ്റ സമയത്ത് 1 മാസം വരെ നല്ല രീതിയിലാണ് അത് ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് കേടുവന്നതല്ല, കേട് വരുത്തിയതാണ്. ഇപ്പോൾ നമ്മൾ ആര് പാൽ കൊണ്ടൊഴിച്ചാലും അതിൽ 40 രൂപ എഴുതി കാണിക്കും. 1 തുള്ളി വെള്ളം ചേർക്കാതെ ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചാലും അതിൽ 10 പോയിന്റ് വെള്ളം അതിൽ എഴുതി കാണിക്കും. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, സെക്രട്ടറി എന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ 1 ലിറ്റർ പാല് ഇവിടെ കൊണ്ടൊഴിക്കുമ്പോൾ അതിൽ നിങ്ങൾ 10 പോയിന്റ് വെള്ളം എഴുതി കാണിക്കേണ്ട കാര്യം, അതിൽ വെള്ളം ചേർക്കാതല്ലേ പാല് കൊണ്ടുവരുന്നത്? അപ്പോൾ പറയാതെ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പാല് കറക്കുന്നിടത്ത് വന്ന് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമ്മളെ സംശയത്തിന്റെ നിഴലിലാക്കുകയാണ് ഇവിടുത്തെ സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ പാല് കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞാലും പറയും, അത് ഞാൻ രാവിലെ 5 മണിക്ക് പാല് കറക്കുന്നിടത്ത് വരും. എന്നുവെച്ചാൽ ഇത് കൊണ്ടുവന്ന് പറയുന്ന ആളിനെ കള്ളരാക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലെ മോഹനന്റെ പാല് എടുത്ത് പറഞ്ഞു, നിങ്ങളെ പാലിവിടെ എടുക്കൂല, അപ്പോൾ ഞാനും ഒരു 5 വഴിയാകുമ്പോൾ വീട്ടിലോട്ട് വരാം, നിങ്ങളെ പാലുള്ളതാ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചു, ഭാര്യയും ഒരു മോളും മാത്രമേ ഇവിടെ, സെക്രട്ടറി ഇവിടെ വരണ്ട, പാല് എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണോ ഒരു സൊസൈറ്റി നടക്കുന്നത്? മറ്റു സഹകരണ സംഘങ്ങൾ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? ഇവിടെ ഒരു ഭരണസമിതി, 9 അംഗ ഭരണസമിതി ഇവിടെ അധികാരമേറ്റു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും ഓരോ ഭരണസമിതി അംഗങ്ങളും ഇവിടുത്തെ സെക്രട്ടറിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപും തള്ളും അടിവേരെയും നടന്നിരിക്കുന്നു. മറ്റ് ഭരണസമിതികൾ അങ്ങനെയാണോ? ഒരു ഭരണസമിതിയിലെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് ആ സെക്രട്ടറിയുടെ കടമയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കാണുന്നത്. ഇവിടെ അതേ സെക്രട്ടറി തന്നെ പറയുന്നു, ഞാൻ ചോദിച്ചു എന്ത് സെക്രട്ടറി ഇവിടെ ഈ പ്രശ്നം ഉണ്ടാവുന്നത്? അത് അവർ അയോഗ്യരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അവർ അയോഗ്യരായി? അത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതല്ലേ? അപ്പോൾ ഒരു ഭരണസമിതി 9 അംഗ ഭരണസമിതി എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ അയോഗ്യരാണെന്ന് സെക്രട്ടറി തന്നെ കൽപ്പിക്കുകയും പിന്നെ അവരെ പുറത്താക്കുകയും ചെയ്യുന്നതാണോ മാന്യത? അല്ലെങ്കിൽ അവരുടെ പാർട്ടി ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത്, ഈ ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ഭരണസമിതി എടുക്കണം. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുമായി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ പാല് കൊണ്ടൊഴിച്ചാൽ അവർക്ക് കൂലി കിട്ടുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഏതൊരു സാധാരണക്കാരനും പാല് കൊണ്ടൊഴിച്ചാൽ പൈസ കിട്ടുക. ഇവിടുത്തെ അടികളും പ്രശ്നങ്ങളും അത് അവരുടെ രാഷ്ട്രീയ കാര്യമാണ്. പക്ഷേ നമ്മളൊരു കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള സത്യസന്ധമായി പെരുമാറാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് പുതിയൊരു ഭരണസമിതി എടുക്കുക, അതേ ഇതിന്
വഴിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു പ്രസിഡന്റ് കഴിഞ്ഞ ഇവിടെ കമ്മിറ്റികൾ കൂടാറില്ല, കഴിഞ്ഞ പൊതുയോഗങ്ങൾ കൂടാറില്ല, വർഷങ്ങളായി പൊതുയോഗം കൂടാറില്ല. ചോദിക്കുമ്പോൾ പറയും പ്രസിഡന്റ് ഇല്ല എന്ന്. എന്തുകൊണ്ട് പ്രസിഡന്റ് ഇല്ല? അപ്പൊ പ്രസിഡന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിഡന്റ് തിരഞ്ഞെടുക്കേണ്ടതല്ലേ? അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് രാജിവെച്ച് വെച്ചൂടെ? അപ്പൊ ഇത് കണക്കുകാർക്ക് നമ്മളിവിടെ പാലൊഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ കണക്കുകൾ അറിയണ്ടേ? ഒരു വർഷം എത്ര രൂപ പാലൊഴിക്കെന്നും ഇത് എന്തൊക്കെ ഇവിടെ ആനുകൂല്യങ്ങളുണ്ട് എന്നും ഒരു കർഷകൻ അറിയേണ്ടതല്ലേ? വർഷങ്ങളായി ഇവിടെ പൊതുയോഗങ്ങൾ നടത്താറില്ല, വർഷങ്ങളായി ഇവിടെ കമ്മിറ്റികൾ നടത്താറില്ല. ചോദിച്ചാൽ പറയുക അതിവിടെ കമ്മിറ്റി അംഗങ്ങളില്ല. എന്തുകൊണ്ട് കമ്മിറ്റി അംഗങ്ങളില്ല? അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇത് പിരിച്ചുവിടുക, പിന്നെ ഇവിടെ പുതിയ ഭരണസമിതി എടുക്കുക. അതേ എന്നെ പോലുള്ള ഒരു കർഷകർ, ഞങ്ങളുടെ പാലൊഴിക്കുന്ന കർഷകരാണ്. ഞങ്ങൾക്കതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാലിന് വില കിട്ടുക 40 രൂപ കിട്ടിയെന്നൊരു കർഷകറിന് ഒരു പില്ലത്തിന് 1 കിലോ പില്ലത്തിന് 30 രൂപയാണ്. ആ കർഷകൻ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? കർഷകർ പലതും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുണ്ണാക്കിന് ക്രമാതീതമായ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പില്ലത്തിന് 2 രൂപ ഇന്നലെ ചെന്നപ്പോൾ വീണ്ടും കൂടി. അപ്പോൾ ദിവസവും പില്ലത്തിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കർഷകന് 40 രൂപ കിട്ടിയാൽ എങ്ങനെ മുതലവനാണ്? അവൻ രാത്രി മുതൽ ഉറക്കം ഒഴിച്ചും പശുവിനെ കുളിപ്പിച്ചും പശുവിനെ തീർത്ഥവും വാരി മൂത്രവും കോരി ഒരു പശുവിനെ പരിചരിച്ചെടുക്കുമ്പോൾ 1 ലിറ്റർ പാലിനിവിടെ കൊണ്ടുവരുന്ന 40 രൂപ കിട്ടിയാൽ പച്ചവെള്ളത്തിനടക്കം ഇന്ന് 20 രൂപ ഇന്ന് നിലവിലുണ്ട്. ആ പച്ചവെള്ളത്തിന്റെ വില പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഈ നമ്മുടെ പെരുമുഴി നാട്ടിൽ നിലനിൽക്കുന്നത്. ഇവിടെ 40 രൂപ എടുക്കുന്ന പാല് നമ്മൾ ഇതേ പാല് കൊണ്ടുവന്ന് മറ്റൊരു സംഘത്തിൽ കൊടുത്താൽ അവിടെ 48 രൂപ എങ്ങനെ കിട്ടുന്നു? അവിടെ വെള്ളം കാണിക്കുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ ഈ സഹകരണ സംഘത്തിലെ കൊള്ളകൾ നടക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പാലൊഴിച്ചുകൊണ്ടിരുന്ന പലരും ഇന്ന് മറ്റു സംഘങ്ങളിൽ പാലൊഴിക്കാൻ പോകുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയങ്ങൾ കടന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ നിയമിക്കണമെന്നാണ് എല്ലാ ക്ഷീരസംഘ കർഷകരുടെ കൂട്ടായ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ പങ്കെടുത്ത ഈ എല്ലാ ക്ഷീരകർഷക സംഘടനകൾക്കും അംഗങ്ങൾക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറയുന്നു, നിർത്തുന്നു. ഒരു കാര്യം കൂടി, ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ ഒരു ധർണാ സമരം ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടില്ല, ഇനിയും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.